ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ NH66 വർക്ക് നടക്കുന്ന വട്ടപ്പാറ ഭാഗത്താണ്. വട്ടപ്പാറ ഭാഗത്ത് പുതുതായിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നോക്കാം. എല്ലാ ഭാഗത്തും മണ്ണിടിച്ചിലിന്റെ ഒരു വാർത്തയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ വട്ടപ്പാറ ഭാഗത്ത് പുതുതായിട്ട് എന്തൊക്കെയാ വന്നിട്ടുണ്ട്, എങ്ങനെയാണ് ഇപ്പോഴുള്ള ഒരു കാഴ്ച എന്ന് നോക്കാൻ വന്നതാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മള് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് കഞ്ഞിപ്പുര കരിപ്പോൾ കഴിഞ്ഞ് വരുന്ന ഈ ഭാഗത്താണ്. കഴിഞ്ഞ ഒരു വീഡിയോ ഒക്കെ നമ്മൾ ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തതിന്റെ ഈ ഭാഗത്ത്, ഇവിടെ കുറച്ച് മുൻഭാഗത്തായിരുന്നു ഇവിടെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കടന്നിരുന്ന ഒരു ഭാഗം. അതൊക്കെ ഇപ്പൊ അടച്ചിട്ടുണ്ട്. ഹൈവേയിലൂടെ തന്നെ സ്ട്രൈറ്റ് ആയിട്ട് വരികയാണ്. ഈ ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞതുകൊണ്ട് ഈ ഭാഗത്തൊക്കെ വാഹനങ്ങൾ ഓടാൻ തുടങ്ങിയിട്ടുണ്ട്, തുറന്നു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ മുൻഭാഗത്താണ് ഇനി വർക്കുകൾ ഉണ്ടായിരുന്നത്. നമുക്ക് കാണാം മണ്ണിടിച്ചിട്ടുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരുന്നത്. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഇവിടെ കാണാം നമുക്ക് സോയിൽ കോൺക്രീറ്റിന്റെ വാളാണ് കൊടുത്തിട്ടുള്ളത്. കോൺക്രീറ്റിന്റെ വാളിന്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കുറച്ച് ഭാഗം ഇങ്ങനെയുള്ള ഭാഗത്തൊക്കെ ഇനിയും ഫിനിഷിംഗ് വർക്കുകളൊക്കെ നടക്കാനുണ്ട്. ഇപ്പൊ ഹൈവേയില് അധികം നടക്കുന്നത് സോയിൽ ചെയ്ത ഭാഗത്ത് ഇങ്ങനെയുള്ള ഹോളുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. മഴ കാരണം ഒരുപാട് ഭാഗത്ത് മണ്ണിടിച്ചിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. റോഡിൽ വിള്ളിച്ചകൾ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ആ ഭാഗത്താണ് നമ്മൾ നോക്കുന്നത്. അങ്ങോട്ട് പോവാണ്. Bus go round and round, round and round, round and round. The wheels on the bus go round and round, all through the town. The wheels on the bus. The wipers on the bus go swish, 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 swish. The wipers on the bus go. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്, പുതുതായിട്ട് പൈപ്പുകൾ വെച്ചു കൊടുക്കുന്നുണ്ട് വീണ്ടും. കാരണം ഇതിന്റെ മുകളില് മഴ പെയ്തിട്ട് വെള്ളം നിറഞ്ഞു കഴിഞ്ഞാല് റോട്ടിലേക്ക് ഇറങ്ങാണ്ട്. അതിന്റെ കാരണത്താലാണ് ഈ പല ഭാഗത്തും ഹൈവേയില് വിള്ളല് വന്നിട്ടുള്ളത്, റോഡ് മണ്ണിടിച്ചിലൊക്കെ സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പൊ പുതുതായിട്ട് അവർ വീണ്ടും കുറെ ഭാഗത്ത് ഹോളിട്ട് കൊടുക്കുന്നുണ്ട്. സോയിൽ നെയിലിങ്ങിന്റെ വർക്കുകൾ ചെയ്ത ഭാഗത്തൊക്കെ, നമ്മുടെ കോട്ടക്കൽ ബൈപ്പാസിന്റെ ഭാഗത്തും അങ്ങനെയുള്ള ഭാഗത്തൊക്കെ വർക്കുകൾ ഇതുപോലെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്ക് കാണാം പുതുതായിട്ട് ഇവിടെ നമ്മുടെ ഹൈവേന്റെ ഭാഗത്തുകൂടെ തന്നെ വാഹനങ്ങൾ കടന്നു പോകാൻ തുടങ്ങിയിട്ടുണ്ട്. വർക്ക് കഴിഞ്ഞ ഭാഗത്തുകൂടെ വാഹനങ്ങൾ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കാണാം റോഡിന്റെ രണ്ട് സൈഡിലൂടെ വാഹനങ്ങൾ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. വട്ടപ്പാറ ഭാഗത്ത് വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിലും താൽക്കാലികമായിട്ട് വാഹനങ്ങൾക്ക് പോകുന്ന രീതിയിലേക്ക് തുറന്നു കൊടുത്ത പോലെയാണ് വാഹനങ്ങൾ പോകുന്നുണ്ട്. ഇവിടെ നമുക്ക് ക്രാഷ് ബാരിയറിന്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. കുറച്ച് ഭാഗത്ത് ക്രാഷ് ബാരിയറിന്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടുള്ള ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ക്രാഷ് ബാരിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്പികളൊക്കെ ഇവിടെ ഇട്ടത് കാണാം. ഇവിടെയും കഴിഞ്ഞ ദിവസം ഒരു വാർത്തയിലൊക്കെ കേട്ടിരുന്നു മണ്ണിടിച്ചിൽ സംഭവിച്ചിട്ടുണ്ടെന്ന്. മുകളിൽ വെള്ളം ഇറങ്ങിയതിന് ശേഷം താഴ്ഭാഗത്തേക്ക് വരുമ്പോൾ ചിലപ്പോൾ മണ്ണിടിച്ചിൽ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു ഭയങ്കര ടെൻഷൻ എന്താ പറഞ്ഞാല്, വാഹനം ഓടിക്കുന്ന ആളുകൾക്ക് താഴ്ഭാഗത്തൂടെ പോകുമ്പോൾ വാഹനങ്ങളുടെ ആക്സിഡന്റ് സംഭവിക്കാതെ ശ്രദ്ധിക്കാൻ വേണം. റോഡ് മണ്ണിടിച്ചിൽ സംഭവിക്കുക എന്നുള്ള ഒരു ശ്രദ്ധയോടെ പോകാൻ ഭയപ്പാടോടെയാണ് നമ്മൾ കുറെ പേര് യാത്ര ചെയ്യുന്നതെന്നാണ് ആളുകളിൽ നിന്നൊക്കെ കിട്ടിയൊരു അഭിപ്രായം. അപ്പൊ നമുക്ക് ഇതിന്റെ അടുത്തേക്ക് പോകുമ്പോൾ ഇനി ഈ ഭാഗത്തൊക്കെ ഡ്രെയിനേജിന്റെ വർക്കുകൾ നടത്തിയിരുന്നു. ഡ്രെയിനേജിന്റെ വർക്കുകൾ അവിടെയൊക്കെ കുറച്ച് ഭാഗത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ഭാഗത്ത് ഈ ഫ്രണ്ട് ഭാഗത്തേക്കൊക്കെ ഇനി ചെയ്യാനുണ്ട്. നമുക്ക് അടുത്തോട്ട് പോയി നോക്കാം. കാണാം നമുക്ക് മുകളിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നത്. ഇങ്ങനെയാണ് മണ്ണിടിച്ചിൽ സംഭവിക്കുന്നത്. കാണാം പാറേന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരുന്ന വെള്ളമാണ്. ഇവിടെയൊക്കെ സോയിൽ നെയിലിങ്ങിന്റെ വർക്കുകൾ ഇനിയും ബാക്കിയുണ്ട്. ഇവിടെ നിൽക്കാൻ തന്നെ ഒരു ചെറിയൊരു പേടിയാണ്, ഒരു ഭയത്തോടെ നിൽക്കേണ്ടി വരും. കാണാം നമുക്ക് ഹൈവേന്റെ ഭാഗത്ത് ഫുള്ളായിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. കാണാം നമുക്ക് ഇനി സൈഡിലുള്ള വാളിന്റെ വർക്കാണ്. ഇവിടുന്ന് അങ്ങോട്ട് കോൺക്രീറ്റ് വാളായിരിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് ഇവിടെ കാണാം, നമുക്ക് കോൺക്രീറ്റ് വാള് പകുതിയോളം ആക്കി വെച്ചിരുന്ന് ഇനി ഇങ്ങോട്ടുള്ള ഭാഗത്തേക്കാണ് കോൺക്രീറ്റ് വാള് നടക്കാനുള്ളത്. കോൺക്രീറ്റ് വാളിന്റെ വർക്കുകൾ ഇവിടെ നിന്ന് തുടങ്ങിയിട്ടില്ല. അതിന്റെ മുകളിൽ തന്നെ സോയിൽ നെയിലിങ്ങിന്റെ വർക്കുകൾ ഇനിയും ബാക്കിയുണ്ട്.
അപ്പോൾ ബാക്കി സോയിൽ നെയിലിംഗ് ചെയ്യാത്ത ഭാഗത്തൊക്കെ വീണ്ടും അവർ സോയിൽ നെയിലിംഗിന്റെ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്തൊക്കെ ഇപ്പോൾ വളരെ വേഗത്തിൽ സോയിൽ നെയിലിംഗ് ചെയ്യുന്നുണ്ട്. മഴ കാരണം കുറേ ഭാഗത്ത് ഇപ്പോൾ വലിയ രീതിയിൽ മണ്ണിടിച്ചിൽ നടക്കുന്നുണ്ട്. ചാവക്കാട് ഭാഗത്ത്, പിന്നെ കോഴിക്കോട് ഭാഗത്ത്, അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ വളരെ വലിയ രീതിയിൽ മണ്ണിടിച്ചിൽ നടന്നിട്ട് ഹൈവേ ബ്ലോക്ക് ഒക്കെ ചെയ്തിട്ട് പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ വാർത്തകളിലൊക്കെ കാണുന്നുണ്ട്. അപ്പൊ വട്ടപ്പാറ ഭാഗത്ത് ഇങ്ങനെയാണ് ഇപ്പോൾ വാഹനങ്ങൾ പോകുന്നത്. വയഡക്റ്റിന്റെ മുകളിലൂടെ തന്നെ പോകുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കാം. വലിയ വാഹനങ്ങൾ പോകുമ്പോഴാണ് കുറച്ച് ബ്ലോക്കുകളൊക്കെ ഉണ്ടായിരുന്നത്. ഇങ്ങനെയുള്ള വാഹനങ്ങൾ ചെറിയ സർവീസ് റോഡിലൂടെ പോകാനായിരുന്നു വലിയ പ്രയാസം ഉണ്ടായിരുന്നത്. ഇപ്പൊ ഇതിലൂടെ പോകാൻ തുടങ്ങിയതോടെ ബ്ലോക്കുകളൊക്കെ കുറെ ഒഴിവായിട്ടുണ്ട്. ഭാഗം വരെയാണ് ഡ്രൈനേജിന്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുള്ളത്. ഇവിടുന്ന് അങ്ങോട്ടാണ് ഡ്രൈനേജിന്റെ വർക്കുകൾ നടക്കുന്നത്. അവിടുന്ന് ഇനി കോൺക്രീറ്റ് വാള് കെട്ടി വരാനുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ നടക്കാനുണ്ട്. ഇവിടെ നമുക്ക് കാണാം ക്രാഷ് ബാരിയർ വളരെ ഹൈറ്റ് കുറഞ്ഞ രീതിയിൽ തന്നെയാണ് ഇവിടെയും ക്രാഷ് ബാരിയറുകൾ ഏറെ വരുന്നത്. ഇതാണ് ശരിക്കുള്ള റെഡിമെയ്ഡ് ക്രാഷ് ബാരിയർ. കാണാൻ നമുക്ക് റെഡിമെയ്ഡ് ക്രാഷ് ബാരിയറിന്റെ ഹൈറ്റ് പോലും ഇല്ല ഈ സെന്ററിൽ വരുന്ന ക്രാഷ് ബാരിയർ. അതുകൊണ്ട് സൈഡിൽ കാലങ്ങളിൽ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന വാഹനങ്ങളുടെ ലൈറ്റ് കണ്ണിലേക്ക് അടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളൊരു പരാതികൾ കുറെ പേര് പറഞ്ഞിരുന്നത്. ചില ഭാഗങ്ങളിലൊക്കെ ഇതുപോലുള്ള ചെറിയ ക്രാഷ് ബാരിയറാണ് വരുന്നത്. ഏകദേശം ഒരു മുട്ടിന്റെ മുകളിലേക്കൊക്കെ വരുന്ന ഹൈറ്റിലേക്ക് മാത്രമാണ് ഉള്ളത്. പൊതുവേ ഉള്ള ഒരു സംസാരം കൊണ്ടുള്ള ഒരു കാര്യം പറയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഭാഗത്തൂടെ വാഹനങ്ങളുമായി പോകുന്ന ആളുകള് നല്ല ശ്രദ്ധയോടെ പോകുന്നതായിരിക്കും നല്ലത്. വർക്ക് കഴിഞ്ഞിട്ടില്ല. ഏത് സമയത്തും മണ്ണും ചെളിയും പൊട്ടി വീഴാൻ സാധ്യതയുണ്ട്. യാത്ര ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കുക. പല ഭാഗത്തും മണ്ണിടിച്ചിൽ നടന്നിട്ടുള്ള കൂരിയാട് ഭാഗത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകൾ നിങ്ങൾ എല്ലാവരും കേട്ടിരുന്നു. അപ്പൊ ഇവിടെ കുറച്ച് ഭാഗത്തൊക്കെ കോൺക്രീറ്റിന്റെ വാളിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ഒരു സർവീസ് റോഡ് പോലെ ഉണ്ട്. അതിന്റെ ഭാഗത്ത് മണ്ണിടിഞ്ഞിട്ടുണ്ട്. ഇവിടെ കാണാം നമുക്ക്. ഈ ഭാഗത്ത് ഒരു സർവീസ് റോഡ് ഉണ്ട്. പക്ഷെ അതിന്റെ വർക്ക് തുടങ്ങാറായിട്ടില്ല. കുറെ ഭാഗത്ത് പാറകൾ എടുത്ത് മാറ്റാൻ ഇനിയുണ്ട്, മണ്ണെടുത്ത് മാറ്റാനുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. താൽക്കാലികമായിട്ട് ഇതിലെ വാഹനങ്ങൾ ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഡ്രൈനേജിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇവിടെ കാണാം കോൺക്രീറ്റ് വാള്. ഈ ഭാഗത്ത് കോൺക്രീറ്റ് വാളാണ്. ഇവര് ബാക്കിയുള്ള ഭാഗത്തൊക്കെ സോയിൽ നെയിലിംഗിന്റെ വർക്കുകളാണ് ചെയ്യുന്നത് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ നിർത്തിയിട്ടുള്ളത്. ചെലവ് ചുരുക്കിയ ഒരു രീതിയിലാണ് ഈ സോയിൽ നെയിലിംഗ് വർക്ക് എന്ന് പറയുന്നത്. കോൺക്രീറ്റ് വാളിനെ സംബന്ധിച്ചിടത്തോളം വളരെ കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ്. കോൺക്രീറ്റ് വാളിനെക്കാട്ടും വളരെ കുറഞ്ഞ ചെലവിൽ സോയിൽ നെയിലിംഗ് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വർക്ക് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ കേരളത്തില് 6 മാസം മഴയും വെയിലൊക്കെ ഉള്ള ഒരു സ്ഥിതിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള വർക്കുകൾക്ക് എത്രത്തോളം സെക്യൂരിറ്റി ഉണ്ട്, സേഫ്റ്റി ഉണ്ട് എന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ കാണുന്നത്. അപ്പൊ മുകൾ ഭാഗത്തൊക്കെ വലിയ രീതിയിൽ ഹോളുകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണാം നമുക്ക്. ഈ ഭാഗത്തൊക്കെ ഒരു കിണറിന്റെ അടിഭാഗത്ത് പോയ പോലുള്ള ഒരു ചെവിടി മണ്ണാണ്. അതുകൊണ്ടാണ് ആളുകളൊക്കെ പറയുന്നത് മണ്ണിടിച്ചിലിന് സാധ്യത ഉണ്ടെന്ന്. അപ്പൊ ഇവിടെ കാണാം നമുക്ക് ഇതിന്റെ സൈഡിലൂടെ വെള്ളം ഒഴുകി വരുന്നത്. ടാറിങ് കഴിഞ്ഞ ഭാഗത്തിന്റെ അടുത്തുകൂടെ തന്നെയാണ് വെള്ളം ഒഴുകി വരുന്നത്. ഇങ്ങനെയാണ് മണ്ണിടിച്ചിലൊക്കെ സംഭവിക്കല്. മഴയൊന്നും ഇല്ല. ഇപ്പോ മഴ പെയ്തിട്ട് പോയിട്ട് ശേഷമാണുള്ള വരുന്ന വെള്ളമാണത്. അപ്പൊ പതുക്കെ ആയിരിക്കും ഇങ്ങനെ. കഴിഞ്ഞ കൊളപ്പുറം കൂരിയാട് ഭാഗത്ത് മണ്ണിടിച്ചിൽ സംഭവിച്ചത് മഴയും ഒന്നുമില്ലാത്തൊരു സമയത്തായിരുന്നു. അപ്പോ എപ്പോഴും ഇത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. വെള്ളം ഇറങ്ങി, മണ്ണിലടിയിൽ വെള്ളം ഇറങ്ങി നിൽക്കുന്നൊരു സ്ഥിതിയാണ്. അപ്പൊ എപ്പോഴാണ് പൊട്ടി വീഴുക എന്ന് പറയാൻ പറ്റൂല. അപ്പൊ നമ്മളൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളാണ്. വളരെ ജാഗ്രതയോടെ പോവുക. ഇതാണ് വയഡക്റ്റിന്റെ മുകളിലേക്ക് ഫുള്ളായിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഫുള്ളായിട്ട് ഇവിടെയൊക്കെ വാഹനങ്ങൾ പോയി തുടങ്ങി 2 സൈഡിലൂടെയും. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ സർവീസ് റോഡിന്റെ ഭാഗം. സർവീസ് റോഡിന്റെ ഭാഗത്തേക്ക്
ഇനി ഇവിടെ കോൺക്രീറ്റ് വാള് വരാനുണ്ട്. ഇങ്ങനെ ഭാഗത്ത് കോൺക്രീറ്റ് വാള് വരാനുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ട് താഴോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇവിടെ കാണാം നമുക്ക് സർവീസ് റോഡിന്റെ ഒരു ഭാഗത്ത് ക്രഷ് ബാരിയറിന്റെ വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ ഇവിടെ വന്നിട്ട് വളാഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളാണ് അങ്ങോട്ട് തിരിഞ്ഞു പോകുന്നത്. അല്ലാത്ത വാഹനങ്ങൾ നേരെ വേണം ഇപ്പോൾ പോകുന്നത്. ഇവിടെ തന്നെ ഇതാ പൊട്ടി പോയിട്ടുണ്ട് കുറച്ച് ഭാഗം. ഇതിവിടെ കോൺക്രീറ്റ് വാൾ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. ഇങ്ങനെ പല ഭാഗങ്ങളിലും ഇപ്പോൾ മഴ പെയ്തതോടെ വലിയ രീതിയിൽ മണ്ണിടിച്ചിൽ സംഭവിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് താഴ്ഭാഗത്തൊന്ന് പോയി നോക്കാം. താഴ്ഭാഗത്ത് എന്തെങ്കിലും പുതുതായിട്ടുള്ള വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ നോക്കാം നമുക്ക്. അപ്പൊ നമ്മൾ താഴ്ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. താഴ്ഭാഗത്ത് വരുമ്പോൾ ഇവിടെ ക്രാഷ് ബാരിയറിന്റെ സൈഡിലുള്ള ഭാഗത്തുനിന്ന് മണ്ണൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്താണെന്നറിയില്ല, ഇവിടെ വെള്ളം കെട്ടി നിന്നിട്ടുള്ള ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നത്. ഇതാണ് ഇതിന്റെ താഴ്ഭാഗത്തേക്ക് ഇപ്പോൾ കാണുന്നത്. മണ്ണൊക്കെ ചെളിയൊക്കെ ഇങ്ങോട്ട് കൂട്ടിയിട്ടുണ്ട്. ആ ഭാഗത്തുനിന്ന് വരുന്ന വെള്ളം ഇവിടെ കൂടെ നിന്ന കാരണം ഇവിടുന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടുള്ള വഴി ഒരുക്കിയതാണെന്ന് തോന്നുന്നത്. ഇതിന്റെ അപ്പുറത്ത് താഴ്ഭാഗത്താണ് അവിടെ വലിയ കരിങ്കല്ല് പതിക്കുന്ന ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അവിടെ എന്നാ പോയി നോക്കാം നമുക്ക്. ഹൈവേയിലൂടെ നേരെ പോകുന്ന വാഹനങ്ങൾ വയഡക്റ്റിന്റെ മുകളിലൂടെ പോകാൻ തുടങ്ങിയതുകൊണ്ട് ഈ ഭാഗത്തൊന്നും തിരക്കില്ല. വളാഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ മാത്രമാണ് ഇപ്പം ഇങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇവിടെ കാണാൻ നമുക്ക് വലിയൊരു തിരക്ക് അനുഭവിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഈ വയഡക്റ്റിന്റെ താഴ്ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ ആ ഭാഗത്താണ് കരിങ്കല്ല് പതിക്കുന്ന ഒരു വർക്ക് നടന്നിരുന്നത്. അത് എന്തായി എന്ന് നോക്കാം നമുക്ക്. അങ്ങോട്ടാണ് പോകുന്നത്. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ഇവിടെ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. കരിങ്കല്ല് പതിച്ചതിന് ശേഷം അതിൻ്റെ മേലിൽ കോൺക്രീറ്റ് മിക്സ് ആക്കിയിട്ട് പൊട്ടിയിട്ടുണ്ട്. കാണാം നമുക്ക്. ഇങ്ങനെ കുറച്ച് ഭാഗത്ത് ഇങ്ങനെ വെള്ളം ഒഴുകി പോകാനുള്ള ഒരു രീതിയിൽ ഇങ്ങനെ വിട്ടിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ കുറെ കല്ലുകൾ പൊക്കി വെച്ചതുകൊണ്ട് എന്താണോ അറിയില്ല. ഈ ഭാഗത്തേക്കും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. വെള്ളം ഒഴുകി പോകാനുള്ള ഒരു വഴി വിട്ടിട്ടുണ്ട്. വട്ടപ്പാറ ഭാഗത്തെ പുതിയ മാറ്റങ്ങൾ ഇതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.